യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് നമ്മുടെ ആത്മാവ് കൊണ്ടാണോ, നമ്മുടെ ശരീരം കൊണ്ടാണോ, നമ്മുടെ മനസ്സുകൊണ്ടാണോ? ഈ ശരീരം കൊണ്ടൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ശരീരത്തിനായിരിക്കും. അതായത് ഇങ്ങനെ എനിക്ക് ഉറക്കം വരുന്നു, ഇപ്പം നമ്മുടെ പ്രാർത്ഥന മുടങ്ങുന്നതിന് കാരണങ്ങൾ എന്താണ്? ചിലപ്പം ഉറക്കമായിരിക്കും അല്ലേ. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഉറക്കം വരുവാണ്, എനിക്കൊരു ഭയങ്കര തളർച്ചയാണ്, അതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥന മുടങ്ങുന്നുണ്ടായിരിക്കും. അവർ ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണേ. വേറെ ചില ആൾക്കാരുണ്ട്, അവർ പറയുന്ന കാര്യം എനിക്ക് ദൈവത്തെ അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ് കിട്ടുന്നില്ല. പണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സന്തോഷമൊന്നും ഇപ്പോൾ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് അങ്ങോട്ടൊരു ഒരു ഫീലിങ്സ് കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല, അസ്വസ്ഥതയാണ്, വിഷമമാണ്, സങ്കടമാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാ. എനിക്ക് എപ്പോഴാണ് ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റുക? എനിക്ക് എന്തുകൊണ്ടാണ് ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തത്? ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാലേ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറഞ്ഞാലേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പം, നമ്മൾ വചനം വായിക്കുമ്പോഴൊക്കെ അതിൻ്റെ റിസൾട്ട് സത്യത്തിൽ റിസീവ് ചെയ്യുന്നത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഈ പ്രാർത്ഥനയും വചനവും എല്ലാവേ. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. നമ്മുടെ ആത്മാവ് നമ്മുടെ ഈ വചനം വായിക്കുമ്പോഴൊക്കെ നമുക്കൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും. വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷേ ഇതിങ്ങനെ നമ്മുടെ ആത്മാവിനെ അങ്ങോട്ട് ശുദ്ധീകരിക്കുകയും നമ്മുടെ ആത്മാവ് അങ്ങോട്ട് ബലപ്പെടുകയും ചെയ്യുന്നുണ്ടേ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തെ ഈ ഒരു ബോധ്യമുള്ളവൻ അവനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാവും. അവൻ്റെ മനസ്സിന് പ്രത്യേകിച്ച് ആ സാധനം ഒരു ഫീലിങ്സും കിട്ടുന്നില്ലെങ്കിലും, മനസ്സിനൊരു സന്തോഷമൊന്നും കിട്ടുന്നില്ലെങ്കിലും, മനസ്സിനൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അവനങ്ങ് ഉറപ്പിക്കുകയെ എൻ്റെ ആത്മാവ് അങ്ങോട്ട് ബലപ്പെട്ടെന്നേ. എനിക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം പലപ്പോഴും ഉറങ്ങിപ്പോയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ സമയത്ത് ഉറങ്ങിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചിന്തിച്ചു പോകാറുണ്ട്, കോൺസെൻട്രേഷൻ പോകാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ആത്മാവിന് ഒരു ബലം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ആത്മാവിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ആത്മാവ് അങ്ങോട്ട് ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ മുടങ്ങാറില്ല. എന്ന് വെച്ചാൽ പ്രാർത്ഥനകൾ അങ്ങനെ മുടങ്ങാനൊരു കാരണമില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ സാധാരണ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഈ ഫീലിങ്സ്, ഇതൊക്കെയാണ് കാരണങ്ങളെ. പക്ഷേ ഈ ആത്മാവിലാണ് പ്രാർത്ഥന നടക്കേണ്ടത് എന്നൊരു ബോധ്യമുള്ളവന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക, ആത്മാവ് കൊണ്ട് ശക്തിപ്പെടുന്നുള്ള കാര്യം ബോധ്യം കിട്ടിയവൻ അവൻ്റെ പ്രാർത്ഥന വേസ്റ്റായെന്ന് ഒരിക്കലും പറയത്തില്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രെയർ ലൈഫ് ഡൗൺ ആയെന്നൊക്കെ പറയുന്നതേ നമുക്കങ്ങോട്ട് അവരനുഭവിക്കാൻ പറ്റാത്തപ്പോഴാണ്. ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തപ്പോൾ നമ്മളങ്ങ് പറയുവാണ് എൻ്റെ പ്രെയർ ലൈഫ് ഡൗൺ ആണ്. നമ്മൾ ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതല്ല പ്രധാനമേ, നമ്മുടെ ആത്മാവ് അങ്ങോട്ട് ശക്തിപ്പെടുന്നുണ്ടേ. ഓരോ സമയത്തുമേ ഈ വചനം വായിക്കുമ്പം പ്രാർത്ഥിക്കുമ്പം ഒക്കെ ആത്മാവ് ശക്തിപ്പെടുന്നുണ്ട്. ഈ ഒരു ബോധ്യം ഉള്ളവൻ അവനിങ്ങനെ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കും. അതുപോലെ തന്നെ റോമ 8:26, ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ മാധ്യസ്ഥം വഹിക്കുവാണേ. മാധ്യസ്ഥം വഹിക്കാന്ന് ആലോചിച്ച് നോക്കി. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇൻട്രസീഡ് ചെയ്യുന്ന ആലോചിച്ച് നോക്കി. മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആത്മാവ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ആ പിക്ചർ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാണ്. അതാണ് സംഭവിക്കുന്നതേ. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മളിങ്ങനെ നമുക്ക് വയ്യ എന്നോർത്ത് നമ്മുടെ പ്രയർ സ്റ്റോപ്പ് ചെയ്യുവാണേ. പക്ഷെ ആക്ച്വലി ഒരു ഭയങ്കര ഇൻട്രസെഷൻ ഓപ്പറേഷൻ നടക്കുന്നുണ്ടേ. നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ മാധ്യസ്ഥം വഹിക്കുവാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റണേ, അവിടെ ഇരുന്നോ, നമുക്ക് അവിടെ ജസ്റ്റ് നീ അവിടെ ഇരുന്നാൽ മതി. ഈശോ പറഞ്ഞ കാര്യം, നീ അവിടെ ഇരുന്നാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഈശോ നമ്മൾ പറയുന്നുണ്ട്, നീ അവിടെ ജസ്റ്റ് ഇരുന്ന് തന്നാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. അത് കേൾക്കുക. അപ്പോഴേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമേ. അതിനകത്ത് ബാക്കി പറയാണ്, ബലഹീനതയിൽ ആത്മാവിനെ സഹായിക്കുന്നു, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു, കാരണം ആത്മാവ് ദൈവഹിതമനുസരിച്ചാണല്ലോ തൻ്റെ വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതമനുസരിച്ചാണല്ലോ തൻ്റെ വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എന്താണോ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന് എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഹിതമനുസരിച്ച് നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മൾ ആക്ച്വലി ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലിരുന്ന് ശക്തമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. കാര്യമായ രീതിയിൽ ഇന്റർസെഷൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ വഹിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം ബോധ്യമുള്ളവന് അവന് ജസ്റ്റ് ഒരു പ്രസൻസ്, ഈശോയ്ക്ക് ഒരു സന്നദ്ധത കൊടുത്താൽ മതി. ഐ എം റെഡി ഈശോ, നീ ഇനി പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അങ്ങ് ഇരിക്കുക. ബാക്കി നമ്മുടെ ഉള്ളിലിരുന്ന് ആത്മാവ് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നേടിത്തരും. പ്രാർത്ഥിക്കാൻ അനുവദിക്കുക. പരിശുദ്ധ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ നമ്മുടെ ആത്മാവിനെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ അനുവദിക്കുക. അപ്പോഴേക്കും ഈ ഒരു പ്രാർത്ഥന നടക്കും. നമ്മുടെ ഉള്ളിൽ വലിയ വലിയ മാറ്റങ്ങളെ സംഭവിക്കും. ഈ ഒരു ബോധ്യം നമുക്ക് കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ പ്രയർ ഒരിക്കലും മുടങ്ങത്തില്ല. നമ്മൾ ഫീലിങ്സ് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ നമ്മുടെ സന്തോഷം നോക്കത്തില്ല. നമ്മൾ കാര്യമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഉള്ളിൽ നടപ്പാകാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടങ്ങ് പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങ് ഇരിക്കത്തുള്ളൂ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഈ വചനങ്ങൾ ശക്തിപ്പെടുത്തട്ടെ. 4:24 യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. അതുപോലെ തന്നെ വേണ്ടതും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവാച്യമായ നെടുപ്പുള്ള ആത്മാവ് എനിക്ക് വേണ്ടി മാത്സം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. ആമേൻ.